കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരോട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഈ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ചെലവ് എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഒന്നെങ്ങനെയാണ്, ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഭർത്താവ് ചെലവിന് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാമിലി കോടതിയിൽ ചെലവിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാം. രണ്ടാമതായിട്ടുള്ള കണ്ടീഷൻ എങ്ങനെയാണ്, ഇനി ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു ഡിവോഴ്സായി എന്ന് വിചാരിക്കുക. ഡിവോഴ്സ് കഴിഞ്ഞാലും ഈ സ്ത്രീക്ക് ഭാര്യ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു പോകില്ല. ആ സിറ്റുവേഷനിൽ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷവും ഈ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം, ഭർത്താവിൽ നിന്ന് ചെലവിന് മേടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ചെലവിന് കൊടുക്കുന്നത് എപ്പോൾ നിർത്താൻ പറ്റും, ഇവർ രണ്ടാമത് കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുന്ന കാലത്തോളം ഡിവോഴ്സ് കഴിഞ്ഞാലും ഭർത്താവ് എന്ത് ചെയ്യണം, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം എന്നുള്ളതാണ് BNSS 144 പറഞ്ഞിട്ടുള്ളത്, അല്ലേ. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കല്യാണം ഡിവോഴ്സ് ആയതിനു ശേഷം ഭാര്യ ചെലവിന് പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. ആ സമയത്ത് ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയും കൂടിയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് കോടതി പറയുന്ന വിധി ഇങ്ങനെയാണ്. വിധി ഞാൻ പറയാം. വരുമാനം നേടാൻ ശേഷിയുള്ള വിദ്യാസമ്പന്നരായ സ്ത്രീകൾ ഭർത്താവിൽ നിന്ന് ഇടക്കാല ജീവനാംശം അവകാശപ്പെടരുതെന്ന് കോടതി വിധിച്ചു. ജീവനാംശ നിയമങ്ങൾ അലസത പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു. വേർപിരിഞ്ഞ ഭർത്താവ് ജീവനാംശം നൽകണമെന്ന്, വേർപിരിഞ്ഞ ഡിവോഴ്സ് ആയതിനു ശേഷമുള്ള കഥയാണ്. വേർപിരിഞ്ഞ ഭർത്താവ് ജീവനാംശം നൽകണമെന്ന ആവശ്യം നിഷേധിച്ച വിചാരണ കോടതിയുടെ ഉത്തരവിനെതിരെയായി നൽകിയ ഹർജി തള്ളിയാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം. സ്വയം പര്യാപ്തത നേടുന്നതിന് ജോലി അന്വേഷിക്കുവാൻ ഹർജിക്കാരിയോട് കോടതി നിർദ്ദേശിച്ചു. ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ക്രൂരതകൾ കാരണം 2021 ഫെബ്രുവരിയിൽ സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുകയായിരുന്നുവെന്ന് യുവതിയുടെ ഹർജിയിലുണ്ട്. തിരിച്ചു വരാൻ ആഭരണങ്ങൾ വിറ്റതായും സാമ്പത്തിക പ്രയാസം കാരണം അമ്മാവനൊപ്പം താമസമാണെന്നും എന്നൊക്കെയാണ് ഈ പെൺകുട്ടി കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനിവേ ഡിവോഴ്സിന് ശേഷം ആരെങ്കിലും മെയിൻ്റനൻസിന് വേണ്ടി കേസ് കൊടുക്കുമ്പോൾ ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വിധിയുടെ പകർപ്പ് നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗിക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.